ഹൈറേഞ്ചിന്റെ വാണിജ്യ തലസ്ഥാനത്ത് പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പകരം വയ്ക്കാനാകാത്ത പരിശുദ്ധിയുമായി ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം. ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ നെടുങ്കണ്ടം ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിൽ രുദ്രാക്ഷ തൈ നട്ടു. ഹിമാലയത്തിൽ നിന്നും കൊണ്ടുവന്നതാണ് രുദ്രാക്ഷ തൈ. ബാലഗോകുലത്തിന്റെ ഈ വർഷത്തെ പ്രധാന പ്രവർത്തനമാണ് എല്ലാ വീടുകളിലും വൃക്ഷത്തൈകൾ നടുകയും വൃക്ഷപൂജ നടത്തുകയും ചെയ്യുക എന്നത്. ഇതിലൂടെ മരങ്ങളെ കൂടുതൽ അറിയുവാനും പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകുവാനും കുട്ടികൾ അടക്കമുള്ളവരെ പ്രാപ്തരാക്കുക എന്നതാണ് ലക്ഷ്യമിടുന്നത്. ഇപ്പോൾ നമ്മുടെ കാലഘട്ടത്തിനനുസൃതമായി ഇതിന്റെ ഒരു പ്രസക്തി എന്ന് നമ്മൾ സൂചിപ്പിക്കുമ്പോൾ പുണ്യമീ മണ്ണ്, പവിത്രമീ ജന്മം, ഭൂമിയും മരവും അതുപോലെ തന്നെ വായുവും ഒക്കെ എന്ന് പറയുന്നത് ഈ ഭൂമിയിൽ നമുക്ക് കിട്ടണം എങ്കിൽ ഇപ്പോൾ നമ്മൾ അവിടെ വെച്ച രുദ്രാക്ഷം എന്ന് പറയുന്ന മരം, അതിന്റെ പ്രസക്തി വളരെ വലുതാണ്. നമ്മൾ വിരിച്ചിരിക്കുന്ന ഒരു സംവിധാനം നമ്മൾക്ക് കൃത്യമായും നമ്മുടെ ജീവിതത്തിനെയും തണലേകുവാനായിട്ടാണ്. എല്ലാ ക്ഷേത്രങ്ങളിലും രുദ്രാക്ഷം ഉൾപ്പെടെയുള്ള അപൂർവങ്ങളായ മരങ്ങൾ ബാലഗോകുലത്തിന് നേതൃത്വത്തിൽ നട്ടുപിടിപ്പിക്കും. ഇതിന്റെ തുടക്കമായാണ് നെടുങ്കണ്ടം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ കാവിൽ രുദ്രാക്ഷ തൈ നട്ടത്. 1000-ലധികം മരത്തൈകൾ നട്ട് ഏഷ്യൻ ബുക്ക് ഓഫ് റെക്കോർഡ് ഉൾപ്പെടെയുള്ളവയിൽ ഇടം നേടിയ നെടുങ്കണ്ടം സ്വദേശി ആദിശ്രീയും ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് ആർ സുരേഷും ചേർന്നാണ് തൈ നട്ടുകൊണ്ട് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത്. ബാലഗോകുലം പ്രതിനിധിയും ടൂറിസം പ്രൊമോട്ടറുമായ അജീഷ് കുമാർ ജി പിള്ള ഹിമാലയത്തിൽ നിന്നും കൊണ്ടുവന്നതാണ് രുദ്രാക്ഷ തൈ. കാരണം ബാലഗോകുലത്തിൻ്റെ ഈ വർഷത്തെ ഒരു ലക്ഷ്യം തന്നെ എല്ലാ ഭവനങ്ങളിലും വൃക്ഷ പൂജ നടത്തുക, വൃക്ഷത്തൈകൾ കുട്ടികളെ നടാനായിട്ട് പ്രേരിപ്പിക്കുക എന്നുള്ളതാണ്. ഒന്ന് ഗോപൂജ, വൃക്ഷപൂജ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബാലഗോകുലത്തിൻ്റെ പാഠ്യപദ്ധതിയുടെ ഭാഗമായി വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഹിമാലയത്തിൽ നിന്ന് കൊണ്ടുവന്നതാണ് രുദ്രാക്ഷത്തിൻ്റെ തയ്യ്. നമ്മൾ 2 വർഷം മുമ്പ് യാത്രയിൽ പോയ സമയത്ത് അവിടെ നിന്ന് കൊണ്ടുവന്ന് അതിന് നമ്മൾ ഇന്ന് ഇതിൻ്റെ ഒരു ഉദ്ഘാടനം എന്നതിൽ നെടുങ്കണ്ടത്ത് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൻ്റെ കാവിൽ നമ്മുടെ ഏഷ്യൻ ബുക്ക് ഓഫ് റെക്കോർഡ് ഏറ്റവും കൂടുതൽ മരത്തൈ വെച്ച കുട്ടി ആയിട്ടുള്ള നമ്മുടെ നാട്ടിലെ തന്നെ ബാലഗോകുലത്തിലെ കുട്ടിയാണ്. കുട്ടിയും ക്ഷേത്രത്തിൻ്റെ പ്രസിഡന്റും കൂടെ ചേർന്നാണ് ഇന്ന് രുദ്രാക്ഷത്തിൻ്റെ തയ്യ് നമ്മുടെ ക്ഷേത്രത്തിൻ്റെ കാവിൽ നട്ടത്. ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത് കുട്ടികളിൽ ഈ മരം വയ്ക്കുന്ന ശീലം വളർത്തിയെടുക്കുക എന്നുള്ളതാണ്. നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കുക, പരിസ്ഥിതിയെ സംരക്ഷിക്കുക എന്നുള്ള ശീലം വളർത്തിയെടുക്കുന്നത് കുട്ടികളിലൂടെ എന്നാണ് ബാലഗോകുലത്തിന്റെ ഒരു ലക്ഷ്യം. അതിന്റെ ചടങ്ങിൽ ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് AM ന്യൂസ് നെറ്റ്വർക്ക്, നെടുങ്കണ്ടം. കുഞ്ഞിളം ചിരിക്കായി കുന്നോളം കരുതലേകാൻ ബേബി ഹഗ്. കുട്ടികൾക്ക് മാത്രമായുള്ള കുട്ടികളുടെ ലോകം ഇനി നെടുങ്കണ്ടത്തിന് സ്വന്തം. ബേബി ഹഗ്, കോടതി ജംഗ്ഷൻ, കിഴക്കേ കവല, നെടുങ്കണ്ടം.